കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് ബേക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ചാനലിലിട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്റിന് വളരെ നല്ല റെസ്പോൺസാണ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ബേക്കിംഗ് പഠിക്കാനും അതുപോലെ പ്രൊഫഷണലായിട്ട് കേക്ക് ഉണ്ടാക്കാനും ഒക്കെയുള്ള ആഗ്രഹം അറിയിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കേക്ക് ഉണ്ടാക്കി പുറത്ത് കൊടുക്കുന്ന അതുപോലെ സ്വന്തമായിട്ട് ബേക്കറി നടത്തുന്ന ആളുകളൊക്കെയും അവരുടെ ബേക്കിംഗ് ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ബേക്കിംഗ് പഠിക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെയുള്ള ആഗ്രഹം അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഏത് രീതിയിലാണ് ഒരു ബേക്കിങ്ങിൻ്റെ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്കും കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബേക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം അതിലേക്ക് നിങ്ങളൊന്ന് എത്തിക്കുക എന്നുള്ള ഒരു ലെവലിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വളരെ ലളിതമായിട്ടുള്ള വാക്കുകളിൽ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, അത് ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന ക്ലാസ്സുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ തിയറി വരുന്ന പാർട്ട് കുറച്ച് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് അത്ര ഒരു ലോങ് വീഡിയോ വെച്ച് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാക്ടിക്കൽ വരുന്ന സമയത്ത് കൂടുതൽ ഒരു 8-10 തിയറി ക്ലാസ്സും അതുപോലെ തന്നെ കൂടുതലായിട്ടും നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോകളിൽ ഞാൻ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് എഗ്ഗ് ബീറ്റ് ചെയ്ത് ചേർക്കുന്നത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ പോരെ, പിന്നെ എഗ്ഗും അതുപോലെ തന്നെ ഫ്ലോറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കേക്ക് ശരിക്കും സോഫ്റ്റായിട്ട് വരുമോ, പൊങ്ങി വരുമോ, അതുപോലെ ബേക്കറിയിൽ കിട്ടുന്നത് പോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് റെഡി ആവാത്തത്, അതുപോലെയുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ, പിന്നെ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ, കൂടുതലും ക്രീം ആയിട്ട് വരുന്ന സംശയങ്ങളാണ്. ക്രീം ഉണ്ടാക്കുമ്പോൾ മെൽറ്റായി പോകുന്നു, എത്ര സമയം മെൽറ്റാവാതിരിക്കും, എങ്ങനെയാണ് മെൽറ്റാവാതിരിക്കുക, എൻ്റേത് പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ആകുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാ ദിവസവും എനിക്കിവിടെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ റിപ്ലൈ ചെയ്ത് അപ്പോൾ ചിലപ്പം ചോദിച്ചത് തന്നെ ആയിരിക്കും പിന്നെ അടുത്ത ആളും ചോദിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ കൂടെ ഉള്ള ഒന്നാകെയുള്ള ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഇതിലാണ്. അങ്ങനെ മുൻപ് ഒരാൾ ചോദിക്കേണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ, എന്തിനാണ് ബട്ടർ ചേർക്കുന്നത്, എന്തിനാണ് ബേക്കിംഗ് പൗഡർ എന്താണ് ബേക്കിംഗ് പൗഡറിൻ്റെ ധർമ്മം, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനൊക്കെ കുറേ മുൻപ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എന്ന് ഞാൻ പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് പേര് ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരാൾ ചോദിച്ചു എന്നുള്ളത് പറയുന്നത്. പേര് ഓർമ്മ ഇല്ലാത്തത് കൊണ്ടാണ്. ഓർമ്മയുള്ള പേരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ പറയുന്നത് എന്താണ് ബേക്കിംഗ് എന്നുള്ളതാണ്. ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ചുട്ടെടുക്കുക അല്ലെങ്കിൽ ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ് ബേക്കിംഗ് എന്ന പദത്തിൻ്റെ മലയാളത്തിൽ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതൊരു കേക്ക് ആവട്ടെ, ഒരു മഫിൻ ആവട്ടെ, അതല്ലെങ്കിൽ ഫൈനാൻസിയേഴ്സ് ആവട്ടെ, എന്ത് തന്നെ ആയാലും ആ ഒരു ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി അത് ചൂടാക്കിയതിന് ശേഷം, അതല്ലെങ്കിൽ അത് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് അത് ഒരു പ്രത്യേക രീതിയിൽ ചൂടാക്കിയതിന് ശേഷം അതിനുള്ള ഈർപ്പത്തിൻ്റെ അംശം ഒന്നുകിൽ പൂർണ്ണമായിട്ട് അതല്ലെങ്കിൽ ഭാഗികമായിട്ട് അതിൻ്റെ ആ ഈർപ്പത്തിൻ്റെ അംശം കുറയ്ക്കുന്നതിലൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പാകപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ബേക്കിംഗ് എന്ന് പറയുന്നത്. ടെക്നിക്കലി നമുക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും ബേക്ക് ചെയ്തെടുക്കാം. അത് നമുക്ക് ഡയറക്റ്റ് നമ്മളെ ഒരു സ്റ്റൗ ടോപ്പിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു ചൂടാക്കി എടുത്തിട്ടുള്ള കല്ലിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ മിക്കവാറും ആളുകൾ ചോദിച്ചിട്ടുള്ളത് കേക്ക്, അതുപോലെ കപ്പ് കേക്ക്സ്, മഫിൻസ്, അങ്ങനെയുള്ള സംഗതികളാണ്. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ വരുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ ചെയ്യുന്നത് അതുപോലെയുള്ള റെസിപ്പീസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് ചിലപ്പോൾ ഒരു മിനിറ്റ് വീഡിയോ ഒക്കെ അതിൻ്റെ മുൻപായിട്ട് കഴിയുന്നതും അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുക. ആ ഒരു റെസിപ്പിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള
ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും വരുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് അതിൻ്റെ മുൻപായിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ആ റെസിപ്പിയെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ വീഡിയോ ഞാൻ അപ്ലോഡ് അങ്ങനെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം. പിന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ ചോറ് കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസമേ നമുക്ക് അത് പുറത്ത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ അതിൽ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന, അതായത് ബേക്ക് ചെയ്തെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, നമ്മൾ ബ്രെഡ്, അതുപോലെ ഒരു കേക്ക്, അതല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ്, ഇതെല്ലാം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു സംഗതി നമുക്ക് 1-2 ദിവസമല്ല, ചിലപ്പോൾ ഒരു ബ്രെഡ് ആണെങ്കിൽ നമ്മൾ ഒരാഴ്ച വരെ നമ്മളത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, അത് കേടായി പോകത്തൊന്നുമില്ല. അതുപോലെ ബിസ്ക്കറ്റ് ആണെങ്കിൽ മാസങ്ങളോളം നമുക്ക് പുറത്ത് വെച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ പ്രത്യേകത, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനം നമുക്ക് കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നുള്ളതാണ്. അതുപോലെ അതിൻ്റെ നമ്മൾ ഓരോന്ന് ബേക്ക് ചെയ്യുന്നതിന് ഓരോ പ്രത്യേക അനുപാതമുണ്ട്. നമ്മൾ ഒരു ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ ടെമ്പറേച്ചറും അതുപോലെ അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതും കേക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള മെത്തേഡ് എന്നുള്ളത് എനിക്കറിയാവുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് ചെയ്യാനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ, അതായത് ഫ്ലോറ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലോറ്, അതുപോലെ എഗ്ഗ് എന്തിനാണ് ചേർക്കുന്നത്, അതുപോലെ നമ്മളെ ലീവനിങ് ഏജൻറ്റ്സ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം ലീവനിങ് ഏജൻറ്റ്സ് ആണ്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചേർക്കുന്നത്, പിന്നെ നമ്മൾ എങ്ങനെ നമുക്ക് ബേക്കറിയിൽ നിന്ന്, ഒരുപാട് പേരുടെ സംശയമാണ് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെയുള്ള എഗ്ഗിൻ്റെ സ്മെല്ലില്ലാത്ത ആ ഒരു ടെക്സ്ചറിലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു കേക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷന് എനിക്ക് തരാൻ കഴിയട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് അതിന് ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കതിന് വേണം. അപ്പം ഞാനിതിൽ പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള, അത്രയ്ക്ക് അങ്ങോട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ അത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ചില ബേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് എസെൻഷ്യലായിട്ട് ഒരു ബേക്കറിന് ആവശ്യമുള്ളത് എന്നുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ് ബേക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് അതിനൊന്ന് ഡിഫൈൻ ചെയ്ത് തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ വീഡിയോ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഒരു തിയറിറ്റിക്കൽ വീഡിയോ ഇതുപോലെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അറിയിക്കുക. അതല്ലെങ്കിൽ ഇനി ഇതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ അത് അറിയിക്കുക. പിന്നെ പ്രാക്ടിക്കൽ വീഡിയോസ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട്, തിയറി എന്തായാലും ഒരു 8-10 ക്ലാസ്സുകളെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ നമുക്ക് ഓരോ റെസിപ്പി ആയിട്ട് ചെയ്തിട്ട് അത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ ബേസായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസായിട്ട് വരുന്ന കുറച്ച് തിയറികളുണ്ട്, അതും കൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ മാക്സിമം അതിനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുകയുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ആ ഒരു പോസ്റ്റിനൊക്കെ തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് ഇനിയുള്ള വീഡിയോസിനും നൽകുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇന്നത്തെ വീഡിയോ വെക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സജഷൻസൊക്കെ എന്തായാലും അറിയിക്കുക, ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതല്ലെങ്കിൽ എൻ്റെ മെയിൽ ID roshnabdullah2@gmail.com എന്നുള്ളതാണ്, അതിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതുകൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് എന്തൊക്കെയാണ് ഒരു ഹോം ബേക്കർക്ക് അത്യാവശ്യം വേണ്ട സംഗതികൾ,
പിന്നെ ഒരു പ്രൊഫഷണൽ ബേക്കർ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഉൾപ്പെടുന്ന ഒരു വീഡിയോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരെ ഇൻഷാ അല്ലാഹ് താങ്ക് യു ഫോർ വാച്ചിങ്.